നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാരുണ്യത്തിന്റെ സഹായഹസ്തവുമായി സമരിയാൻ ഇന്ന് കടന്നു ചെല്ലുന്നത് കോട്ടയം പുതുപ്പള്ളി പഞ്ചായത്തിൽ 4-ാം വാർഡിൽ വെന്നിമല കല്ലുവേലിപ്പറമ്പിൽ സോമരാജിന്റെ അടുത്തേക്കാണ്. കഠിനമായ വയറുവേദനയെ തുടർന്നുള്ള പരിശോധനയിൽ കുടലിൽ കുരുക്കളുണ്ടെന്ന് കണ്ടുപിടിക്കുകയും അത് കുടലിൽ വ്യാപിച്ച് കുടൽപുണ്ണ് എന്ന രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. നമസ്കാരം, എൻ്റെ പേര് സോമരാജ്. ഞാൻ കോട്ടയം പുതുപ്പള്ളി വില്ലേജിൽ 4-ാം വാർഡിൽ താമസിക്കുന്നു. എൻ്റെ ഭാര്യയുടെ പേര് ശാന്തമ്മ. എനിക്ക് 3 പെൺമക്കളാണുള്ളത്. ഞാൻ 35 വർഷമായിട്ട് കലാരംഗത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കലാരംഗത്ത് കഷ്ടപ്പെട്ടാണ് എൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു 5 മാസം മുമ്പ് എനിക്ക് അസുഖം പിടിപെട്ടത്. 5-6 മാസം മുമ്പ് എൻ്റെ ഈ സൈഡിലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. പല ആശുപത്രിയിലും പോയി കാണിച്ച് അവരിപ്പോൾ വായുവിൻ്റെ എന്നൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ ചെയ്ത് എന്നിട്ട് മാറിയില്ല. ഒരു ദിവസം രാത്രി തല കറങ്ങി വീണ് അന്നേരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ഒരാഴ്ച കിടന്ന് അവിടെ ചികിത്സിച്ച്, പക്ഷെ എന്നിട്ട് വേദനയൊന്നും മാറിയില്ല. വേദന കൂടിക്കൊണ്ടിരുന്നു. പിന്നെ പല സ്കാനിങ് ചെയ്ത് പിന്നെ വയറിൻ്റെ അകം ക്യാമറ വെച്ച് സ്കാൻ ചെയ്തപ്പോഴാണ് കുടലിൽ മൊത്തം ഈ കുടൽപ്പുണ്ണ് പോലെ വന്ന് അത് പഴകിപ്പോയി. അത് വല്ലാതായിപ്പോയി. അതിൻ്റെ വേദനയായിരുന്നു. ഈ രോഗം പഴകിയത് കൊണ്ട് ഈ കുറേ താമസിക്കുമെന്ന് പറഞ്ഞ് അസുഖം മാറാൻ. കൂടാതെ പൈൽസും ഉണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ആഹാരമൊന്നും കഴിക്കാൻ പറ്റുകയില്ലായിരുന്നു. കാരണം വിശപ്പുണ്ടെങ്കിലും വയറ്റിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. മൂന്ന് പെൺമക്കളും ഭാര്യ ശാന്തമ്മയും അടങ്ങുന്നതാണ് സോമരാജിന്റെ കുടുംബം. ഒരു കലാകാരനായിരുന്ന സോമരാജ് തനിക്ക് കിട്ടുന്ന സ്റ്റേജ് പ്രോഗ്രാമിലൂടെയും TV പ്രോഗ്രാമിലൂടെയും ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തിയിരുന്നത്. ഇപ്പം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞ് RCCയിൽ ഇതിന് നല്ല ചികിത്സയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ RCCയിലേക്ക് പോയി. അവിടുത്തെ ചികിത്സയാണ്. അതിനൊക്കെ നല്ല ചിലവാണ്. ഓരോ ദിവസവും മരുന്നിനും കീമോ ചെയ്യുന്നതിനൊക്കെ. അപ്പം എന്നെ പലരും സഹായിച്ചാൽ, ഞങ്ങളുടെ സംഘടനയുണ്ട്, അവർ സഹായിച്ച്, അല്ലാതെ നാട്ടുകാർ ഒക്കെ സഹായിച്ച്. ഇപ്പം അവരാണ് 3-4 മാസമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പൈസ എല്ലാം തീർന്ന് ഇനി അടുത്ത മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ സാമ്പത്തികം ഒന്നുമില്ല. അത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അതുപോലെ കീമോ ചെയ്യുന്നുണ്ട്. അതൊരു ബോട്ടിൽ ഇവിടെ കെട്ടിത്തൂക്കിയിടും. അത് ഇതുവഴിയാണ് കയറ്റിവിടുന്നത്, ട്യൂബിട്ട്. അങ്ങനെ അതിന് ഒരു ബോട്ടിലിന് 5 രൂപയാണ് വില. പിന്നെ അല്ലാതെ എല്ലാം കൂടെ വരുമ്പോൾ 10 രൂപ ചിലവാണ്. അങ്ങനെ അതിന് 12 കുപ്പി കയറ്റണം. ഇപ്പോൾ 4 കുപ്പി ആയതേ ഉള്ളൂ. പിന്നെ അതിന് സാമ്പത്തികം കണ്ടുപിടിക്കണം. ഇല്ല. കോമഡി കാസറ്റ് രംഗത്തും TV ഷോകളിലും കാണികളെ ചിരിപ്പിച്ചിരുന്ന ഒരു കലാകാരനായിരുന്നു സോമരാജ്. സാറാണ് ഈ പടത്തിന്റെ ഡയറക്ടർ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ആ കടയുന്ന നായികന് കടന്നു വരുന്ന സീനാണ്. നമ്മള് ആ കടയിൽ ഇങ്ങനെ വരുമല്ലേ, പക്ഷെ ആ കടയിൽ വരാൻ പറ്റത്തില്ല.
ഞാൻ ആ കട പൈസ കൊടുക്കാം. പറയൂ. ഞാനത് സാറിനോട് പറഞ്ഞാൽ സാറിനോട് കൂട്ടുവെട്ടുമോ? ഇല്ല, കൂട്ടുവിട്ടില്ല. പറയൂ പ്ലീസ്. നുള്ളി നോക്കുമോ? ഇല്ല, നുള്ളി നോക്കത്തില്ല. പറയൂ. മാന്തി പറിക്കുമോ? മാന്തി പറിക്കില്ല. പറയൂ. സാറിന് എന്ത് സൗന്ദര്യമാണ്. നല്ല പെമ്പിളാരും വല്ലതും ഉണ്ടോ? ഒരു പെണ്ണുണ്ട്, നല്ല സൗന്ദര്യം, നല്ല വിദ്യാഭ്യാസം, ഇഷ്ടംപോലെ സ്വത്ത്. എങ്കിൽ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. ഉറപ്പിക്കാൻ വരട്ടെ. പെണ്ണിന്റെ കെട്ടിയവൻ സമ്മതിക്കുമോന്നാ എനിക്ക് പേടി. രോഗം ശരീരത്തെ കീഴടക്കിയപ്പോൾ ആ പഴയ കലാകാരന്റെ രൂപമാറ്റം ശരീരത്തിനും സംഭവിച്ചു. ഇത്രയും നാളും ചികിത്സയ്ക്ക് എന്നെ സഹായിച്ചത് കൂട്ടുകാരും പിന്നെ ഞങ്ങളുടെ സംഘടനകളുണ്ട്. അവരും എല്ലാവരും കൂടെയാണ്. ഇപ്പോൾ ആ പൈസയെല്ലാം തീർന്ന് ഇനി ആരും സഹായിക്കാനില്ല. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എന്നെ സംബന്ധിച്ച് യാതൊരു നിവൃത്തിയില്ല 5 പൈസയ്ക്ക്. അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്ന സന്മനസ്സുള്ളവർ എനിക്ക് ചികിത്സാ സഹായം തന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്നേഹനിധിയായ ഭാര്യ ശാന്തമ്മയുടെ സ്നേഹവും പരിപാലനയും ശുശ്രൂഷയുമാണ് ഈ രോഗാവസ്ഥയിലും സോമരാജിന്റെ ഏക ആശ്രയം. എൻ്റെ പേര് ശാന്തമ്മ. ഞങ്ങളുടെ വീട് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി പഞ്ചായത്തിൽ 4-ാം വാർഡ് പയ്യപ്പാടിക്കരയിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾക്ക് 3 പെൺകുട്ടികളാണുള്ളത്. പിന്നെ എൻ്റെ ഭർത്താവാണ് സോമരാജ്. 30-35 വർഷത്തോളമായിട്ട് ചേട്ടൻ കലാഫീൽഡിലായിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ നല്ല 3 പെൺമക്കളെയും വളർത്തി അവരൊക്കെ വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നന്നായിട്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നതായിരുന്നു. കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അവരെ നന്നായിട്ട് പഠിപ്പിച്ചു. ഇപ്പോൾ അവരെ കല്യാണമൊക്കെ കഴിച്ചു വിട്ട് ഒരു 5 മാസം മുൻപ് ഞങ്ങൾ രാത്രി ഊണൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയതായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഒന്ന് ബാത്റൂമിലൊന്നും പോകണം ശാന്തമ്മയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എഴുന്നേറ്റ് ബാത്റൂമിൽ പോകാനായിട്ട് പുള്ളി വാതിൽ വരെ ചെന്നതേ ഉള്ളൂ. ഉടനെ എന്നെ തല കറങ്ങി വീഴാൻ തുടങ്ങി. ഇപ്പോൾ ഓടി വന്ന് എന്നെ പിടിക്കാൻ പറഞ്ഞു. ഞാൻ വന്ന് പിടിച്ച് ഇപ്പോൾ ഞാനും കൂടി വീഴും. ഇനി ഞങ്ങൾ 2 പേരും അങ്ങ് പിടിച്ചങ്ങ് താഴെ തറയിലങ്ങി ഇരുന്ന് മടിയിലേക്ക് ഞാൻ കിടത്തി. ഇപ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പുള്ളിക്ക് ബോധം ഇല്ല. അതേപോലെ തല ഇറങ്ങി ഞാൻ കിടന്നു. ദേഹമെല്ലാം വെട്ടി വിയർത്ത് ആകെ ബുദ്ധിമുട്ടായി. ഞാൻ ഉടനെ എൻ്റെ മോളെ വിളിച്ച് ഉടനെ ബഹളം വെച്ച് അവളെ ഇറങ്ങി വന്നു. അവൾ മരുമോൻ വന്ന് ഉടനെ തന്നെ ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, കാഷ്വാലിറ്റി കൊണ്ടുവന്നു. ഞങ്ങളെ MRI എടുത്തു, എക്സ്റേ എടുത്തു, ബ്ലഡ് പരിശോധിച്ചു, യൂറിൻ പരിശോധിച്ചു. അങ്ങനെ കുറേ പരിശോധനകളൊക്കെ നടത്തി കുറച്ച് ദിവസം ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കി. അങ്ങനെ അവിടെ കിടന്ന് കുറേ പരിശോധനകളെല്ലാം ചെയ്തു. ഞങ്ങളെ വീട്ടിലേക്ക് വിട്ടു. കുറേ മരുന്നുകളൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ കോളേജിൽ ചെല്ലാൻ പറഞ്ഞു. CT സ്കാൻ എടുത്തു. അത് പലതരത്തിലുള്ള CT സ്കാൻ, ഫുഡ് കഴിക്കുന്നതിന് മുൻപുള്ളത്, അതൊക്കെ എടുത്തിട്ട് പിന്നെ മരുന്നുകൾ തരുന്നു. വേദനയ്ക്ക് പക്ഷേ ഒരു കുറവുമില്ല. അങ്ങനെ മുമ്പോട്ട് ഒരു 3-4 മാസം അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാണ് അറിയുന്നത് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലൂടെ പെപ്റ്റിക് അൾസർ ആണെന്നും അത് കുറച്ച് പഴകിയെന്നും ഡോക്ടർ നമ്മളോട് പറഞ്ഞു. അങ്ങനെ നമുക്ക് റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് നമുക്ക് ചികിത്സ ആരംഭിച്ചു. മാസത്തിൽ 2 കീമോതെറാപ്പിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് ഏകദേശം ഒരു കീമോ എടുക്കുന്നതിന് തന്നെ 10 രൂപയോളം ചിലവുണ്ട്. ആകെ 12 ബോട്ടിലാണ് നമ്മൾ കീമോ എടുക്കേണ്ടത്. അതിൽ ഓരോ കീമോ എടുത്തിട്ട് വരുമ്പോൾ 4 ദിവസത്തേക്ക് ഭയങ്കര തളർച്ചയാണ്. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. ഭയങ്കര തളർച്ചയും ക്ഷീണവും ഒക്കെയാണ്. അങ്ങനെയാണ് ശരീരത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ മാറുന്നത്. പിന്നെ അത് പഴയതുപോലെ ആകണമെങ്കിലും ഒരുപാട് മരുന്നുകളും ഫുഡും നമ്മൾ അതേപോലെ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരാൾ നടക്കാൻ പറ്റുള്ളൂ. ചേട്ടന് മനുഷ്യനെ പോലെ നടക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതാണ് നമുക്ക് മുമ്പോട്ട് ഇനിയും വേണ്ടത്. പിന്നെ എല്ലാ ഭക്ഷണവും ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ, പാല്, അങ്ങനെ നട്ട്സ്, അതുപോലെയൊക്കെയുള്ള ബോഡിയുടെ വെയിറ്റൊക്കെ തീരെ കുറഞ്ഞു പോയി. അപ്പോൾ ആ ബോഡി വെയിറ്റ് വെക്കണം. അതുപോലെ സോഡിയം, പൊട്ടാസ്യം, ആൽബുമിൻ, ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓരോ കീമോ എടുക്കും തോറും നമുക്ക് ശരീരത്തിൽ നിന്ന് ഇതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല ഭാരിച്ച ചിലവുണ്ട്. അപ്പോൾ ആ ചിലവുകളൊക്കെ വഹിക്കാനും ഇപ്പം 3 പെൺമക്കളാണ്. അപ്പോൾ അവരെ കല്യാണം കഴിച്ചു നമ്മൾ
ഇതൊന്ന് സമ്പാദിച്ച പൈസ എന്നൊക്കെ പറഞ്ഞ് അവരെ കല്യാണം കഴിക്കുകയും അവർക്കെല്ലാം അവരെ കുടുംബമൊക്കെ ആക്കി നമ്മൾ കൊടുത്തു. ഇനി നമുക്കിനി ചികിത്സാഞ്ചലം മുമ്പോട്ട് വഹിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി ബാക്കി നമുക്ക് 8 കീമോയും കൂടി എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതും കൂടി എടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് ചേട്ടൻ വരും. അത് നന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നല്ല കുറവുണ്ട്. 4 കീമോ എടുത്തപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട് ആളിന്. ഇനി 8 കൂടി എടുക്കുമ്പോൾ നമ്മുടെ സാമ്പത്തികമൊന്നും ഇവിടെ നിൽക്കുന്നില്ല. അതിന് എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന ചികിത്സയിലൂടെ പഴയ ആരോഗ്യം വീണ്ടെടുത്ത് കലാരംഗത്തേക്ക് തിരിച്ചുവരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് സോമരാജ്. ഈ പ്രോഗ്രാം കാണുന്ന സുമനസ്സുകൾ ഒന്ന് മനസ്സ് വെച്ചാൽ വർദ്ധിച്ചുവരുന്ന ചികിത്സാ ചെലവിലേക്കായി സാമ്പത്തിക സഹായത്തിനായി കൈകോർത്താൽ ഈ കലാകാരൻ ജീവിതത്തിലേക്ക് തിരികെ വരും. ഈ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറുകയും ചെയ്യും. ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് കൈകോർക്കാം, പ്രാർത്ഥിക്കാം, ഇവരെ സഹായിക്കാം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ശിവൻ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ ശിവൻ എന്ന ഈ ചേട്ടൻ ഒരു മരയാശാരിയായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം പണി ചെയ്താണ് തൻ്റെ കുടുംബത്തെ പുലർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴദ്ദേഹത്തിന് 64 വയസ്സുണ്ട്. 3.5 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ കിഡ്നി പ്രവർത്തനരഹിതമായി. അതിൻ്റെ ഫലമായിട്ട് ആഴ്ചയിൽ 3 പ്രാവശ്യം പെരുമ്പാവൂരടുത്തുള്ള അല്ലപ്ര എന്ന സ്ഥലത്ത് ഡയാലിസിസ് സെൻ്ററിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട് ആലുവയിലാണ്. ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ വരാൻ സാധിച്ചത് ഇന്നലെ അദ്ദേഹം ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആ സഹോദരനെ ഗുഡ്നസ് ടിവിയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ വളരെ ഉദാരമായിട്ടും ആത്മാർത്ഥമായിട്ടും പ്രതികരിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് 1 ലക്ഷം രൂപയുടെ സഹായം ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സഹായ നിധി ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന് കൈമാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് സാധിക്കുന്ന വിധത്തിൽ നമുക്ക് സഹായിക്കാൻ സാധിച്ചു എന്നതിലുള്ള അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് ഇപ്പോൾ ആ തുക അദ്ദേഹത്തിന് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാർ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ഈ ശിവൻ എന്ന സഹോദരന് വേണ്ടി നിങ്ങൾ കാണിച്ച ആ വലിയ സ്നേഹത്തിനും ത്യാഗത്തിനും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ നിങ്ങളുടെ ചില ആവശ്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കേണ്ടതായിട്ട് വന്നു. നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ ബലി കഴിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പലതും ത്യജിച്ചതുകൊണ്ടാണ് പലതും ത്യജിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ചികിത്സാ സഹായ നിധി കൈമാറുന്നതിനായിട്ട് എനിക്ക് സാധിച്ചത്. നിങ്ങളെല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. വളരെ ദരിദ്രരും പാവപ്പെട്ടവരുമായ ആളുകളാണ് ഈ പരിപാടിയോട് കൂടുതലായിട്ടും സഹകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഞാൻ ഏകദേശം 5 വർഷത്തോളം
ഈ പരിപാടിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് പലരും വിവരങ്ങൾ ചോദിച്ചുകൊണ്ടും എങ്ങനെയാണ് പണം അയക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടും എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്, ഇതിൻ്റെ 90% സഹായം നൽകുന്ന ആളുകളും വളരെ പാവപ്പെട്ടവരും അന്നത്തെ അപ്പത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളും ആണ് എന്നുള്ളതാണ്. അവർ പലരും എനിക്ക് പല ഉൾക്കാഴ്ചകളും തരുന്നതിനായിട്ടും ഈ സാഹചര്യത്തിൽ, ഈ അവസരത്തിൽ ഇടയായിട്ടുണ്ട്. പലരും എന്നോട് ഇങ്ങോട്ട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: പക്ഷേ എനിക്ക് ഇങ്ങനെ തരാനായിട്ട് സാധിക്കുന്നത് ദൈവം എനിക്ക് രോഗമൊന്നും തരാത്തത് കൊണ്ടല്ലേ എന്ന്. ഞാനൊരു രോഗിയായിട്ട് മാറിയിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം കാശ് ആശുപത്രിയിൽ കൊടുക്കേണ്ടതായിട്ട് വന്നേനെ, മരുന്നിനായിട്ട് ചിലവഴിക്കേണ്ടതൊക്കെ ആയിട്ട് വന്നേനെ. ദൈവം എനിക്ക് രോഗമൊന്നും നൽകാതെ എന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് അധ്വാനിക്കുന്നതിനും പണം കിട്ടുന്നതിനും കണ്ടെത്തുന്നതിനുമൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നുമാണ് പലരും ഇത് കൊടുക്കുന്നതിനായിട്ട് തയ്യാറാകുന്നത്. അങ്ങനെയുള്ള ആ നല്ല ആളുകളെയും ഞാനിപ്പോഴെ പ്രത്യേകമായിട്ടും അനുസ്മരിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി പറയുകയാണ്. അവരെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും രോഗങ്ങളിൽ നിന്ന് വിമുക്തിയും ദൈവം നൽകി അവരെ എല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള പരിപാടികളിൽ പങ്കുചേരുന്നതിനും സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുന്നതിനുമുള്ള എല്ലാ അവസരവും ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രത്യേകമായിട്ടും ഈ അവസരത്തിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നിങ്ങളെല്ലാവരും ഈ സാമ്പത്തികമായിട്ട് സഹായിച്ചതുപോലെ പ്രാർത്ഥനയിലൂടെയും ഈ ശിവൻ എന്ന ചേട്ടനെ സഹായിക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നന്ദി. ഗുഡ്നസ് ടി വിയുടെ സമരിയാൻ എന്ന പരിപാടിയിലൂടെ എൻ്റെ ദുരവസ്ഥ അറിയുകയും സാമ്പത്തികാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തിട്ട് എന്നെ സാമ്പത്തികമായി സഹായിച്ച അനവധി ആളുകളുണ്ടെന്ന് ഇപ്പോൾ ഫാദർ ഫിലിപ്പ് ഇവിടെ പറയുകയുണ്ടായി. അവർക്കെല്ലാം 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുകയാണ്.